നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ടൈറ്റിലിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് പല ആശുപത്രികളിലും പോയിട്ട് ഈ ചികിത്സ ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് അനുവദിച്ചിട്ടുള്ള ആശുപത്രികളുണ്ടാകും. ആ ആശുപത്രികളിൽ പോയാൽ മാത്രമേ ചികിത്സ കിട്ടുള്ളൂ. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉണ്ടാവും. ഏകദേശം താലൂക്ക് ആശുപത്രി മുതൽ ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഈ ആശുപത്രികളിലൊക്കെ ഇതിൻ്റെ സൗജന്യ ചികിത്സ ഉണ്ടാവും. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഉണ്ടാകും. അല്ലാതെ ഈ ലിസ്റ്റിലില്ലാത്ത ആശുപത്രികളിൽ പോയിട്ട് ചികിത്സ കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് ഇതിൽ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഏകദേശം ഉത്തരങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ അടുത്ത ദിവസം വന്നിട്ടുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസിലെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുതിയതായി വന്നിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 469 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. 679 കോടി രൂപയായിരുന്നു ബജറ്റിലെ വകയിരുത്തൽ. രണ്ടാം പിണറായി സർക്കാർ 2900 കോടിയോളം രൂപയാണ് കാസ്പിനായി ലഭ്യമാക്കിയിട്ടുള്ളത്. കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൻ ദരിദ്രരും ദുർബലരുമായ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല. 1050 രൂപയാണ് കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 18.02 ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനമാണ് വഹിക്കുന്നത്. കൂടാതെ 23.97 ലക്ഷം കുടുംബങ്ങളുടെ വാർഷിക പ്രീമിയത്തിന്റെ 418.80 രൂപ വീതം സംസ്ഥാനം വഹിക്കുന്നു. ഈ 23.97 ലക്ഷം കുടുംബങ്ങളുടെ 418.80 രൂപ കഴിച്ചുള്ള പ്രീമിയമാണ് കേന്ദ്രം വഹിക്കുന്നത്. അതായത് 18.02 ലക്ഷം കുടുംബത്തിന്റെ മുഴുവൻ പ്രീമിയവും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു. കൂടാതെ 23.97 ലക്ഷം കുടുംബങ്ങളുടെ വാർഷിക പ്രീമിയത്തിന്റെ, അതായത് ഒരു കുടുംബത്തിന് 1050 രൂപയാണല്ലോ അടയ്ക്കേണ്ടത്. അതിൽ 418.80 രൂപ സംസ്ഥാനം വഹിക്കുന്നു. ബാക്കിയുള്ള ഈ 23.97 ലക്ഷം കുടുംബങ്ങളുടെ ബാക്കിയുള്ള തുകയാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമോ പദ്ധതിയുടെ സഹായം ലഭിക്കും. ഇതിന് മുൻഗണന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല. അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല. സേവനം പൂർണ്ണമായും സൗജന്യമാണ്. 197 സർക്കാർ ആശുപത്രികളിലും 4 കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും 364 സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളതാണ്. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. 25 സ്പെഷ്യാലിറ്റികളിലായി 1667 പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത 89 പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ്. പാക്കേജുകളിൽ ഉൾപ്പെടുത്താത്ത ചികിത്സകൾക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കാം. ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും പദ്ധതിയിലൂടെ നൽകുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്തതും 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളതുമായ കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിലുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാകും. കാസ്പ് ചികിത്സ ലഭ്യമാകുന്ന എല്ലാ ആശുപത്രികളിലും KBF ആനുകൂല്യം ലഭ്യമാണ്.